ഫ്രാൻസും സ്പെയിനുമായുള്ള മത്സരം അതൊരു മികച്ച പോരാട്ടമായിരുന്നു എന്ന് പറയുകയാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികളൊക്കെ. റഹ്മാൻ ബസാറിൽ നിന്ന് രാഹുൽ കെ വി തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. രണ്ടാം കിരീടം ലക്ഷ്യമിടുന്ന സ്പെയിൻ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മോശം ഫ്രാൻസും കളിച്ചിട്ടുണ്ട്, പക്ഷേ സ്പെയിനിന് ഒരു കളി നല്ല വൃത്തിയുള്ള കളി. ഇപ്പൊ അർജന്റീന കയറുക നമ്മളെ പ്രതീക്ഷ. അർജന്റീന കയറിയിട്ട് സ്പെയിനെ അടിച്ചിട്ട് അർജന്റീന കപ്പ് ഉയർത്തന്നെയാണ് നമ്മളൊരു പ്രതീക്ഷ വരുന്നത്. ഫൈനൽസിമ കളിക്കാൻ കഴിയാത്തതിൻ്റെ ഇത് സ്പെയിനും അർജന്റീനയും ഫൈനൽ കളിക്കും. അത് നമ്മൾ മെസ്കുട്ടി കപ്പ് ഉയർത്തും. നോയിക്കോളി. നിങ്ങളുടെ ടീം അർജന്റീന ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ ഇംഗ്ലണ്ട് നല്ല സ്ട്രോങ് ആണല്ലോ. ആര് സ്ട്രോങ് ഇവിടെ? അതിനനുസരിച്ച് കളി മാറ്റൂ. അത് കളി വേറെ. കൊമ്പന്മാർക്ക് കൊമ്പന്മാരെ കളിയിടും, ലോക്കൽ ടീമിന് ലോക്കൽ കളിയിടും. അതാണ് നമ്മളെ കുട്ടികൾ. പിന്നെ ഈ ബ്രസീലുകാരോടൊക്കെ നല്ല ഒരുക്കാൻ പറയണോ. സ്വിറ്റ്സർലൻഡ് നമ്മൾ വല്ലാണ്ട് കളിച്ചില്ല, പോലെ ഒരുക്കൊണ്ട് നമ്മൾ ജയിച്ചാ. പക്ഷെ ആ ലാസ്റ്റിലെ 5 മിനിറ്റ് മതി നമുക്ക്. മൊറോക്കോനായിട്ട് ബലായിട്ട് കണ്ടില്ല ഞങ്ങള്, ഈജിപ്തിനായിട്ട്, അത് മതി. ഫ്രാൻസ് തോറ്റ് എന്താണ് ഐശ്വര്യമായിട്ട് നല്ല സെമിയിൽ പോയതാ. നമ്മൾ പ്ലാൻ വന്നാണ് 8 കളി നമ്മൾ കളിക്കും. നമ്മൾ ഇതൊക്കെ പുറത്തത് വന്നാണ്, ഇപ്പോ ജയിച്ചപ്പോ വന്നാണ്. നാളെ നോക്കാം ഫ്രാൻസ് ഇംഗ്ലണ്ടിൽ വന്നത്. നമ്മള് പ്ലാൻ വന്നാണ്, നമ്മൾ 8 കളി കളിക്കും. സെമിയിൽ പോയി, അന്നത്തെ കളി സെമിയിൽ പോയി. ഇയാൾ ഇപ്പൊ കളിക്കാൻ വന്നപ്പോൾ പറഞ്ഞെന്താ പറയുക, കഴിഞ്ഞ വേൾഡ് കപ്പിലെ പകരം വീട്ടാണ്ട് നിങ്ങൾ കേട്ട് വരും. ഇയാൾക്ക് സെമി കഴിയാനുള്ള ഓർമ്മയില്ല. ഇയാള് ഫൈനൽ പകരം വിട്ട അർജന്റീന അടുത്തേക്ക് വരിക. എംബാപ്പയ്ക്ക് ബോൾ പോലും കിട്ടിയിട്ടില്ല നേരം. പക്ഷെ പറഞ്ഞിട്ട് ഫുട്ബോൾ അല്ലേ, ഒരു ടീം വർക്ക് അല്ലേ. ഫുട്ബോൾ അല്ലേ, ചെസ് കളില്ല, ഇത് ടീം വർക്കാണ്. ഇപ്പൊ നാളത്തെ ഇവിടുത്തെ മുന്നണികളൊക്കെ പറയാം. ഇവിടുത്തെ സാമ്പാർ മുന്നണി ഉണ്ടല്ലോ, അവരൊക്കെ പറയാന്ന് പറഞ്ഞാല് അർജന്റീന ഫ്രാൻസിന്റെ പൈസ കൊടുത്ത് തോൽക്കാൻ പറഞ്ഞു. കാരണം ഫ്രാൻസ് ആണ് കുറച്ചുകൂടി ഗെറ്റപ്പ് എന്നുള്ളതാ. ഫൈനൽ ആകുമ്പോൾ ഒരു ടൈറ്റ് വേണ്ട. ആ ടൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് മതി. അർജന്റീന ആവുമ്പോൾ സുഖമായി പോകും, സുഖമായിട്ട് നമ്മൾ അടിച്ചോ. സ്പെയിൻ്റെ മിഡ്ഫീൽഡിനോട് പിടിച്ചു നിൽക്കാനുള്ള ടീം ഫ്രാൻസ് എന്നല്ല, ഒരു അറ്റാക്കും ഇല്ല. സംഗതി കുറെ ഗോളൊക്കെ അടിച്ചവർ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ലോകത്ത് ഭരിക്കുന്ന മിഡ്ഫീൽഡ് നമ്പർ 1 ആണ് റോഡ്രി ഹെർണാണ്ടസ്. ഇംഗ്ലണ്ടിനെതിരെ എന്താകും? ജയം ഉറപ്പാ. ബാക്കി പിന്നെ കളിയാണ്, മാറ്റങ്ങളുണ്ടാവും. കളിയിൽ മാറ്റങ്ങൾ മാത്രമല്ല, നല്ല ടൈറ്റ് ആയിരിക്കും മത്സരം. നിങ്ങൾ അർജന്റീന അല്ലേ? നമ്മൾ അർജന്റീന. നമ്മളെ ഗോളി അത്ര നിലവാരമില്ല. ഉള്ള സത്യം പറയാലോ, ഗോളി പഴയ ഫോമല്ല. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാവരും ഫോമിലാണെങ്കിലും ഗോളി അത്ര ഫോമല്ല. തോൽവി അംഗീകരിച്ച് അതത്രേ ഉള്ളൂ, അല്ലാതെ കച്ചറക്കൊന്നും ഞങ്ങളില്ല. ജയിച്ച ടീമിന് ജയിച്ചിട്ട് നടക്കുന്ന ടീമല്ല നമ്മളൊന്നും ഇന്നും ഇപ്പോഴും പറയുന്നു. ഫ്രാൻസ് തന്നെ നമ്മള്. സ്പെയിൻ കിരീട പോരാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എതിരായി അർജന്റീനയാണോ ഇംഗ്ലണ്ടാണോ വരിക എന്നറിയാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. വലിയ ആവേശത്തിലാണ്. എണ്ണത്തിൽ കുറച്ച് കുറവായിരുന്നു സ്പെയിൻ്റെ ആരാധകർ ഉള്ളത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം രാഹുൽ കെ വി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.